ആരോഗ്യമുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ള പലർക്കും പലപ്പോഴും ജീവിതത്തിൽ വിജയിക്കാനാവാത്തത് എന്തുകൊണ്ടാണ്? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകുന്നുണ്ട്, പക്ഷേ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല, വണ്ണം കുറയുന്നില്ല, വെയിറ്റ് കൂടുന്നു. BP, കൊളസ്ട്രോള്, ഷുഗർ ഇതൊന്നും കൺട്രോളിലാവുന്നില്ല. ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം നിങ്ങൾക്കുണ്ടോ? നിങ്ങളും ഈ ഒരു കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മൊത്തത്തിൽ കാണുക. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഹെൽത്തിനെ പറ്റിയുള്ള വീഡിയോസ് കാണുന്നുണ്ട്, എന്നാൽ അത് കറക്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കറക്റ്റായിട്ട് വരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഹെൽത്തിനെ പറ്റി അറിവില്ലാത്തതല്ല കാരണം, അത് നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതാണ്. ഞാൻ ജയന്തി പ്രകാശ്, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ കോച്ചാണ്. അതുപോലെ തന്നെ 1,00,000 ആൾക്കാരെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ നേഴ്സായിരുന്നു, 28 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുമ്പോൾ അവരെ ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ ആരോഗ്യത്തിലേക്ക് എത്താത്തത് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ഹെൽത്ത് പരമായിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസൊക്കെ വായിച്ച് നമ്മൾ ഹെൽത്തിനെ പറ്റി അറിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാത്തത് എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് ആദ്യമായിട്ട് ഉള്ളത്, നമ്മൾ പലരും രോഗം വന്നതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ഹെൽത്തിനെ പറ്റി ആലോചിക്കുന്നത്. ആരോഗ്യമെന്ന് പറയുന്നത് രോഗം വന്നതിന് ശേഷം കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമല്ല. ഈ രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് ആരോഗ്യമെന്ന് പറയുന്നത്. നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടാവാം, ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടാവാം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഹെൽത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നില്ല, രോഗങ്ങൾ നിങ്ങളെ പിടികൂടുന്നു. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാം. ഷുഗർ വന്നാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഷുഗർ വന്നാൽ ഡയറ്റ് ചെയ്യണം, BP വന്നാൽ നടക്കാൻ പോകണം, കൊളസ്ട്രോൾ കൂടിയാൽ എക്സർസൈസ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാം, പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്തത്. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ശരീരം പലപ്പോഴും നിങ്ങൾക്ക് വാർണിംഗ് സിഗ്നൽസ് തരുന്നുണ്ട്. പലപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരിക്കും, ഉറക്കമില്ലായ്മ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരിക്കും, അമിതവണ്ണം ആവുന്നുണ്ടായിരിക്കും, സ്ട്രെസ്സ് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറിൻ്റെ പ്രോബ്ലംസ്, കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാർണിംഗ് സൈനായിട്ട് നമ്മുടെ ശരീരം തന്നാൽ പോലും നമ്മൾ പലപ്പോഴും അതിനെ മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് ശരി. ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നൽസാണ് ഇതെല്ലാം. പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഉള്ള ഉടനടി ഫലം വേണം, റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വേണം. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് വിചാരിച്ചാൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത് ആപ്റ്റല്ല. കാരണം 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, 10 ദിവസം കൊണ്ട് നിങ്ങളുടെ വയറ് കുറയണമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആവണമെന്ന് പറഞ്ഞാലും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു കാര്യമല്ല. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ മുറുകെ പിടിക്കും. ആ ശീലങ്ങൾ നിങ്ങൾ ഓരോ ശീലങ്ങളായിട്ട് തുടങ്ങി അതിനെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാവും. 7 ദിവസം കൊണ്ട് വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ ഹെവി എക്സർസൈസ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. 7 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വണ്ണമൊക്കെ കുറയുമായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. 10-30 വർഷം കൊണ്ട് നിങ്ങൾ അനാരോഗ്യത്തോടെ നടന്നിട്ട്
അൺഹെൽത്തി ആയിട്ട് നടന്നിട്ട് നിങ്ങൾ പെട്ടെന്നാണ് ഈ ഒരു ഹെൽത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. 10 ദിവസം കൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കറക്റ്റ് ആവാനാണ്? അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ രീതിയിൽ, ചെറിയ കാര്യങ്ങളിലൂടെ, ചെറിയ ശീലങ്ങളിലൂടെയാണ് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആരോഗ്യമെന്ന് പറയുന്നത് ആമസോൺ ഡെലിവറി പോലെ പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് പതിയെ കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് റിസൾട്ടിലേക്ക് എത്തേണ്ടുന്ന ഒരു കാര്യമാണ്. ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തൊരു കാരണമെന്ന് പറയുന്നത് ആരോഗ്യത്തെ ഭക്ഷണത്തിൽ മാത്രം ഒതുക്കുന്നു എന്നുള്ളതാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാവുമെന്ന്. ഒരിക്കലുമല്ല. നിങ്ങൾ ആരോഗ്യത്തോടെയുള്ള ഭക്ഷണം കഴിക്കുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കൽ എക്സർസൈസ് കാര്യങ്ങൾ ഇതെല്ലാം കൂടി കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ടാവും, എക്സർസൈസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ 3 മണിക്കൂർ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആരോഗ്യം കറക്റ്റായിട്ട് കിട്ടത്തില്ല. ശരിയായ അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങൾ, നിങ്ങളുടെ മൈൻഡ് കറക്റ്റാക്കണം. നല്ല നല്ല ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ആക്കിയെടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് തുടങ്ങുകയും ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് നിർത്തുകയും ചെയ്യും. ഇപ്പോൾ ജനുവരി 1-ാം തീയതി ആകുമ്പോൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കും, ഞാൻ ഈ മാസം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. 1-ാം തീയതി നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കും, നടക്കാൻ പോവും, എല്ലാം ചെയ്യും. പക്ഷേ 10 ദിവസം മാക്സിമം നിങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യത്തില്ല. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വ്യായാമം ചെയ്യുന്നതും ഡയറ്റ് ചെയ്യുന്നതും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോവുക. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ 10 ദിവസം ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആളില്ല, മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാൻ ആളില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അവിടെ ആളുകളില്ല. അതുകൊണ്ടാണ് നിങ്ങളിത് 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ നിർത്തിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിവുണ്ടാവും, പക്ഷേ പ്രവൃത്തിയിൽ അത് വരത്തില്ല. കറക്റ്റല്ലേ? നമ്മൾ ആരോഗ്യത്തോടെയുള്ള വീഡിയോസ് കാണുന്നുണ്ടാവും, ആർട്ടിക്കിൾസ് കാണുന്നുണ്ടാവും, ബുക്ക് വായിക്കുന്നുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കേട്ടാൽ അത് എഴുതി വെക്കുന്നുണ്ടാവും, പക്ഷേ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിനും വേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിലും ഇതേപോലത്തെ കാര്യങ്ങളാണോ ഉള്ളത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക.